ഈ കൂട്ടായ്മ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ഭാഗ്യലക്ഷ്മിയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. ഭാഗ്യലക്ഷ്മി ഒരു ദിവസം എന്നെ വിളിക്കുന്നു, ഇതേപോലെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ആരംഭിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ കലൂർ ശശിയെ വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനും കലൂർ ശശി, പിന്നെ റോയി പി തോമസ് ആർട്ട് ഡയറക്ടർ, 3 പേരും കൂടി ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. അത് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായിട്ട് അത് തുടങ്ങി. ഒരു 60-നടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ എറണാകുളത്താണ് വയ്ക്കുന്നതെന്ന് അന്നേ തന്നെ അനൗൺസ് ചെയ്തതാണ്. പക്ഷേ അത് ഇന്ന് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മദ്രാസിൽ കോടമ്പക്കത്ത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടിൽ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇന്ന് ഈ ഇരിക്കുന്ന മിക്ക ആൾക്കാരും. പലരും ആ കഷ്ടപ്പാടിൽ കൂടെ തന്നെയാണ് വളർന്നു വന്നത്. ഞാനും അതുപോലെ തന്നെയാണ്. കോടമ്പക്കത്ത് സിനിമാ മോഹവുമായി മദ്രാസിലെത്തി. അവിടെ പല സംവിധായകരെയും പടികൾ കയറി ഇറങ്ങി ചാൻസ് ചോദിച്ചു. അങ്ങനെ ഓരോന്നും. എന്നാലും പട്ടിണി കിടന്നിട്ടും സിനിമ വിട്ട് പോകാൻ മടി തോന്നി. കാരണം നാളെ എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഇന്ന് ഒരു സംവിധായകനായി ഞാൻ ഇന്നിവിടെ പ്രേക്ഷകരുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് ആ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ്. ഗുരുജനങ്ങളുടെ, മാതാപിതാക്കളുടെ അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇന്നിവിടെ ഈ ഒരുമിച്ച് കോടമ്പക്കത്തുണ്ടായിരുന്ന ഇവരെയൊക്കെ ഒരുമിച്ച് കാണുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ഒരു കൂട്ടായ്മ, ഒത്തുചേരൽ വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുവരെ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ അത് മഹത്തായ ഒരു കാര്യമാണ്. എല്ലാവരുടെയും മനസ്സിൽ അതിങ്ങനെ ഒരു തേങ്ങലായി, ഒരു സന്തോഷമായി അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അടുത്ത വർഷം നമ്മൾ ഒരു പക്ഷേ ഇത് പ്ലാൻ ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും. നമ്മൾ മദ്രാസിൻ്റെ കോടമ്പക്കത്തെ മണ്ണിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു ഫംഗ്ഷൻ ആരംഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. കാരണം കോടമ്പക്ക മണ്ണാണ് നമ്മളെയൊക്കെ ഇവിടെ എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ സന്തോഷം. നന്ദി.